ഹായ് ഒരുവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ആർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നോക്കാം. ലൈബ്രറിയാണ്, നൊസ്റ്റാൾജിയ, സൺഡ്രസ്. ഇതിൽ ആദ്യത്തെ കാർഡ് കിട്ടിയിരിക്കുന്നത് ലൈബ്രറിയാണ്. ടേക്ക് കൺട്രോൾ ഓഫ് യുവർ ഓൺ നറേറ്റീവ് ആണ്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ലൈഫ് കൂടുതലും ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് മറ്റുള്ളവരാണെന്നാണ്. മറ്റുള്ളവരാൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ. മാത്രമല്ല സ്റ്റിൽ നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ള കുറേ ആൾക്കാർ കുറേ കാര്യങ്ങൾ കൈകടത്തുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്പേസ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റണില്ല. അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇതെല്ലാം ചിലപ്പോൾ അത് സമൂഹമായിരിക്കാം, നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികളായിരിക്കാം, അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കാം. ഇതൊക്കെ നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾ ഇതിൽ ഒരു കൈയും അതിനകത്ത് കുറേ സ്ട്രിങ്സും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കൈയൊക്കെ കെട്ടി മറ്റുള്ളവരാൽ നിങ്ങൾ നയിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെയല്ല വേണ്ടത്. നിങ്ങൾ ഇവിടെ നിന്ന് ഫ്രീ ആവുക. മറ്റുള്ളവരാൽ കെട്ടിയിരിക്കുന്ന കാര്യമൊക്കെ നിങ്ങൾ കട്ട് ചെയ്ത് കളയുക. നിങ്ങളുടെ കഥ എഴുതേണ്ടത് നിങ്ങളാണ്. ടേക്ക് കൺട്രോൾ ഓഫ് യുവർ ഓൺ നെറേറ്റീവാണ്. അപ്പം നിങ്ങൾ കുറേ ബുക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എഴുതാം നിങ്ങളുടെ കഥ. നിങ്ങൾ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടോ മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് കൊണ്ടോ അല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. നിങ്ങൾ മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് നിങ്ങൾ മാത്രമാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾ മാത്രമാണ് അത് മനസ്സിലാക്കേണ്ടത്. നിങ്ങളെപ്പറ്റി ഏറ്റവും കൂടുതൽ അറിയാവുന്നത് നിങ്ങൾക്ക് മാത്രമാണെന്ന് മനസ്സിലാക്കുക. നമ്മൾ ഇനി എങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്താലും മറ്റുള്ളവർക്ക് നമ്മളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എഴുതണം. നിങ്ങളുടെ കഥ നിങ്ങളാണ് എഴുതേണ്ടതെന്നാണ് ഇതിനകത്ത് പറയുന്നത്. അടുത്ത് നൊസ്റ്റാൾജിയാണ്. ഇപ്പം നിങ്ങളിപ്പോൾ എന്താണ് ചെയ്യണത്? നിങ്ങൾ ഫോക്കസ് ഓൺ ദ ഹിയർ ആൻഡ് നൗ. ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? നിങ്ങളുടെ കൂടെ എന്തുണ്ടോ, നിങ്ങളുടെ മുന്നിൽ എന്തുണ്ടോ, ഇതൊന്നും അല്ല നിങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങളുടെ ചിന്തകൾ വേറെ കുറേ കാര്യങ്ങളാണ്. അപ്പം ഇതിൽ പാസ്റ്റിലെ മെമ്മറീസിൽ നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ളതാണ്. പാസ്റ്റ് മെമ്മറീസിൽ ഇരുന്നാൽ നിങ്ങളുടെ മുന്നിലുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇതെപ്പോഴും മനസ്സിലാക്കണം. നമ്മൾ പാസ്റ്റിൽ ചിലപ്പോൾ നമുക്ക് പല ആൾക്കാർക്കും ഒരു മോശം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം. വേദനകളുണ്ടായിരിക്കാം, വിട്ടുപോകലുകളുണ്ടായിരിക്കാം, നഷ്ടങ്ങളുണ്ടായിരിക്കാം. പക്ഷേ അതിൽ കുറച്ച് സന്തോഷം ഉണ്ടായിരിക്കാം. പക്ഷേ പാസ്റ്റാണത്. നമ്മൾ പാസ്റ്റിലെ പ്രശ്നങ്ങൾ വെച്ച് അതിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തിരുന്നാൽ നമ്മളുടെ മുന്നിൽ നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുന്നത് പോലും നമുക്ക് കേൾക്കാൻ പറ്റൂല. നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റൂല. അത് അക്സെപ്റ്റ് ചെയ്യാനും പറ്റൂല. കാരണം നമ്മൾ ഈ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിലല്ല, നമ്മൾ പ്രസൻറ്റിലായിരിക്കണം എന്നുള്ളതാണ്. ഈ നിമിഷത്തിൽ ജീവിക്കണം. എക്കാർട്ടുള്ളൊരു പുസ്തകമുണ്ട്, മറന്നുപോയി, അതിൻ്റെ പേര് പെട്ടെന്ന് ഞാൻ മറന്നുപോയി കേട്ടോ. എക്കാർട്ടുള്ളൊരു പുസ്തകമാണ്. അപ്പം അതെൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ബി ഇൻ ദ പ്രസൻറ്റ് മൊമെൻറ്റ് അങ്ങനെ ആയിരിക്കും, മറന്നുപോയി. അതിൻ്റെ ഈ നിമിഷത്തിൽ ജീവിക്കുക അതാണ്. പക്ഷെ അതിൻ്റെ യഥാർത്ഥത്തിൽ അതിൻ്റെ പേരെങ്ങനെയാണെന്ന് മറന്നുപോയി കേട്ടോ. അപ്പോൾ ആ പുസ്തകത്തിൽ നമ്മൾ അതിൽ ഒരാൾ ഒരു വർഷങ്ങളായ ഒരു നിധിയുടെ മുകളിലിരിക്കുന്ന ഒരാളുണ്ട്. ആള്
ആ ഒരു കാര്യം ശ്രദ്ധിക്കുന്നേ ഇല്ല, നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത് എന്ന്. അപ്പം അതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾ ഈ പ്രസൻറ്റിൽ ഇരുന്നാൽ മാത്രമേ നമ്മളുടെ മുന്നിൽ എന്തുണ്ടെന്നും നമ്മളുടെ കൂടെ എന്താണുള്ളതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളത് ഈ ഒരു നിമിഷത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക, ഈ ഒരു നിമിഷത്തിലെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നിങ്ങൾക്കുള്ള മെസ്സേജ്. പിന്നെ സൺഡ്രസ്സാണ് ഇതിൽ ഈ കാർഡ് പറയണത് ഡു ഇറ്റ് ഫോർ യു ആണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ. അപ്പോൾ ഇതൊരു സെൽഫ് ലവ് എനർജിയാണ്. നിങ്ങളുടെ സന്തോഷങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുക. അപ്പോൾ ഇതിൽ ഈ ഒരു ഫസ്റ്റ് കാർഡ് പറയുന്നത് കുറേ ആൾക്കാർ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ ജീവിച്ചു, അല്ലെങ്കിൽ അവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ജീവിച്ചു. അവർ നിങ്ങളെ കൺട്രോൾ ചെയ്തു, സമൂഹമോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികളോ ഒക്കെ നിങ്ങളെ കൺട്രോൾ ചെയ്തു. ഈ ഒരു സമയമെങ്കിലും അത് മാറ്റി വെച്ചിട്ട് പ്രസൻറ്റ് മൊമെൻറ്റിലായിട്ട് നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ, നമ്മളുടെ മുന്നിൽ എന്താണുള്ളത്, ഫസ്റ്റ് പ്രയോറിറ്റി നമുക്കാണ്. അതിൽ ഒരു മാറ്റവും വരുത്താതിരിക്കുക. അതിന് കുട്ടികൾക്കോ ഹസ്ബൻഡിനോ വൈഫിനോ മാതാപിതാക്കൾക്കോ ഒന്നുമല്ല. കാരണം ഓരോരുത്തർക്കും ഓരോ ജീവിതമുണ്ട്. ഇപ്പം നമ്മളുടെ ഹസ്ബൻഡിനുണ്ട്, നമ്മളുടെ വൈഫിനുണ്ട്, നമ്മളുടെ കുട്ടികൾക്കുണ്ട്. ഓരോരുത്തരും ഓരോ പർപ്പസ് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിൽ വന്നത്. അപ്പം അവർ എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുക. അവരവരുടെ കർമ്മങ്ങൾ കൃത്യമായിട്ടും ചെയ്യുക. കൂട്ടത്തിൽ നമ്മളെ ശ്രദ്ധിക്കാൻ മറന്നു പോകരുത്. നമ്മൾ ഒറ്റയ്ക്കാണ് ഈ ഭൂമിയിൽ വന്നതെന്നും നമ്മൾ ഒറ്റയ്ക്കാണ് പോണതെന്നും ഇതിനിടയ്ക്ക് നമുക്ക് കുറേ നല്ല കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുണ്ടെന്നും അതിന് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമുക്കാണെന്നും നിങ്ങൾ പൂർണ്ണമായും വിശ്വസിച്ചേ പറ്റുള്ളൂ. നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് ശീലിക്കുമ്പോൾ ജീവിതത്തിൽ വളരെ വലിയ മാറ്റം വരും. അപ്പോൾ ആ മാറ്റം തുടങ്ങുന്നത് നമ്മളിൽ നിന്ന് തന്നെയാണ്. അത് വേറൊരാളും നമുക്ക് ഒരു കാര്യം നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനോ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ കാര്യം നോക്കുന്നത് നമ്മളോട് ആരെങ്കിലും ഒരാൾ പറഞ്ഞു തരുമോ? നമ്മളുടെ കൂടെയുള്ള നമ്മളുടെ ഫാമിലി മെമ്പറോ അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരോ ആരും ഒരാളും നമ്മളോട് പറഞ്ഞു തരുമോ ആദ്യം നീ നിൻ്റെ കാര്യം നോക്കിക്കോ എന്നിട്ട് മതി? അതാരും തന്നെ പറയില്ല. നമ്മുടെ ഹസ്ബൻഡ് വൈഫ് ആരും തന്നെ പറയില്ല. അപ്പം എല്ലാവരും പരാതി പറയും, എന്തുകൊണ്ട് അത് ചെയ്തില്ല, എന്തുകൊണ്ട് ഇത് ചെയ്തില്ല, എന്നെ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ആദ്യം അവനവനെ ശ്രദ്ധിക്കാൻ പറയുന്ന ആരും പറഞ്ഞു തരില്ല. അങ്ങനെ അതാദ്യം മനസ്സിലാക്കുക. നമ്മളുടെ സന്തോഷങ്ങൾ നമ്മളുടെ സന്തോഷങ്ങൾ നമ്മളുടെ മാത്രമാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പം നമ്മൾ സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ കൊടുക്കുക. സെൽഫിഷ് ആകണം എന്നുള്ളതല്ല പറയുന്നത്. സെൽഫിഷ് ആകുന്നതും ഈ സെൽഫ് ലവും രണ്ടാണ്. നമുക്ക് വേണ്ട കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്തു കൊടുത്ത് മറ്റുള്ളവരെ അതേപോലെ നമുക്ക് ഒരു തരത്തിലുള്ള സ്വാർത്ഥതയില്ലാതെ നമുക്ക് മറ്റുള്ള ആൾക്കാരെ ശ്രദ്ധിക്കാനും സ്നേഹിക്കാനും കെയർ ചെയ്യാനും ഒക്കെ പറ്റും. ആദ്യം നമുക്ക് വേണ്ടത് ചെയ്തു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് നമ്മൾ നല്ലതായിട്ട് വിശന്നിരിക്കുന്നുണ്ട്, നമ്മൾ നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നു, നമുക്കത് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ആ ഭക്ഷണത്തിനോട് കാണിക്കുന്നത് എന്ത് ആറ്റിറ്റ്യൂഡായിരിക്കും? അവർ കഴിക്കുന്നത് കണ്ട് നമുക്കങ്ങ് ഭയങ്കര സന്തോഷം വരുമെന്ന് അവർക്ക് പറയണ ചുമ്മയാണ്. അവർ മറ്റുള്ളവർ കഴിക്കുന്നത് കണ്ട് നമ്മൾ സന്തോഷിക്കണമെങ്കിൽ ആദ്യം നമ്മളുടെ വയറ് നിറഞ്ഞിരിക്കണം. നമ്മൾ അത് ആദ്യം കഴിച്ചുവെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് നമുക്കറിയാം. അപ്പോൾ ആ മറ്റുള്ളവർ കഴിക്കുന്ന സമയം നമുക്ക് ഓക്കെ ഇരിക്കാം, ഇത്രയും ടേസ്റ്റ് ഉണ്ട്, അത് അവർ കഴിക്കുന്നത് നമ്മൾ ആസ്വദിക്കാൻ പറ്റും. നമ്മൾ വിശന്നിരുന്നിട്ട് ഒരിക്കലും നമുക്ക് മറ്റുള്ളവർക്ക് നല്ല ഫുഡ് കൊടുത്ത് നമുക്ക് സന്തോഷിക്കാൻ പറ്റില്ല. സെയിം ആണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യമുള്ള എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് നമുക്ക് സ്വാഭാവികമായിട്ടത് കൊടുക്കാനുള്ളൊരു ത്വര ഉണ്ടാകും. അതും ഹൃദയത്തിൽ നിന്ന് നമുക്കത് ചെയ്യാൻ പറ്റും. നമുക്കൊന്നും അവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടി വരില്ല. എപ്പോഴും അവനവൻ്റെ കാര്യം ആദ്യം നോക്കുക. എന്ന് വെച്ച് മറ്റുള്ളവർക്ക് ഒന്നും ചെയ്യാതെ അല്ല, നമ്മളുടെ കാര്യം ഭംഗിയായിട്ട് നോക്കുമ്പം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തോന്നും, അയ്യോ ഇവർക്ക് ഇതൊക്കെ ചെയ്തു കൊടുക്കണമല്ലോ, അവർ തിരിച്ച് സ്നേഹം തരേ കെയർ ചെയ്യേ, ഇതൊന്നും നമുക്ക് വേണ്ട. കാരണം അതൊക്കെ ചെയ്യാൻ നമ്മൾ തന്നെ ഇനഫാണ് എന്നൊരു തോന്നലുണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യണം എന്നാണ് ഇന്ന് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. ഇനി നമുക്ക് ടാരറ്റ് കാർഡ്സ് നോക്കാം. ടാരറ്റിൽ എന്താണ് ഇന്നത്തെ ദിവസം പറയുന്നത് നോക്കാം. Queen of Wands, Page of Wands, Three of Cups,
ഹൈ പ്രീസ്റ്റസ്, ദ എംപ്രസ്. ഇതും സെൽഫ് ലവ് ചെയ്യണം എന്ന് തന്നെയാണ്. 10 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് ബോട്ടം വന്നിട്ടുള്ളത്. ഇതിൽ നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യണം എന്ന് തന്നെയാണ് പറയുന്നത്. ഇതിലാദ്യം വന്നിട്ടുള്ള ക്യൂൻ ഓഫ് ഫാൻസിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളിന്ന് വളരെ ഡിറ്റർമിൻഡ് ആയിരിക്കും. നിങ്ങൾക്ക് സെൽഫ് കോൺഫിഡൻസ് വളരെ കൂടുതലായിരിക്കും. വളരെ സ്ട്രോങ് ആയിട്ടുള്ള മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതിൽ എംപ്രസും വന്നിട്ടുണ്ട്. അപ്പോൾ നാച്ചുറലി നിങ്ങൾ മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യുന്നൊരു സമയമാണ്. നിങ്ങളുടെ രൂപമോ ഭാവമോ സംസാരമോ അപ്പിയറൻസോ ഒക്കെ മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യുന്നതാണ് കാണുന്നത്. ഇതിൽ നിങ്ങളുടെ കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾ മതി. നിങ്ങളുടെ തീരുമാനങ്ങൾ, നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങൾക്കും മറ്റുള്ളവർക്കും നല്ലതാണ് എന്നുള്ളതാണെന്ന് കാണുന്നത്. പിന്നെ പേജ് ഫാൻസിൻ്റെ എനർജിയാണ്. ഒരു പുതിയ തുടക്കമാണ്. അപ്പം പുതിയ എന്തോ കാര്യം നിങ്ങൾ പഠിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ പുതിയ എന്തോ കാര്യം നിങ്ങൾ ചെയ്യാൻ പോകുന്നു. അപ്പോൾ ക്യൂരിയോസിറ്റിയാണ്, എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത്. അപ്പം നിങ്ങളിതിൽ നിങ്ങളെ പെട്ടെന്ന് മറ്റുള്ളവരെ കൊണ്ട് അട്രാക്റ്റ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. കാരണം നിങ്ങൾ അത്രയും ആക്റ്റീവായിരിക്കും. ഒരു ചാമിങ് എനർജിയാണ്, ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു എനർജിയാണ്. ഇന്നത്തെ ദിവസം എന്തോ ഒരു കാര്യം പുതിയ തുടങ്ങുന്നതിൻ്റെ ഒരു സർപ്രൈസ് പോലെ നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം ഇന്ന് സർപ്രൈസ് വരാനുണ്ട്. അപ്പോൾ അത് ചില ആൾക്കാർക്ക് അതങ്ങനെയാണ്. കുറേ ആൾക്കാർക്ക് ഇന്ന് ചെയ്യുന്ന എന്തോ ഒരു കാര്യം ത്രില്ലിലാണെന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യാൻ പോണ എന്തോ ഒരു കാര്യത്തിൻ്റെ ഒരു ത്രില്ലിലാണ് നിങ്ങളെന്നാണ് കാണുന്നത്. പിന്നെ ഇന്നത്തെ ദിവസം ചിലപ്പം നിങ്ങളുടെ കൂട്ടുകാരുമായിട്ടോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സുമായിട്ടോ കൊളീഗ്സുമായിട്ടോ ഒക്കെ നിങ്ങളൊന്ന് പുറത്ത് പോവുകയും അവരുമായിട്ടൊന്ന് കൂടുന്ന ഒരു എനർജി ഉണ്ട് നിങ്ങൾക്ക്. അതിലൂടെ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റും. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഈ കൂടുന്നതിൽ ഏറ്റവും നല്ല അട്രാക്റ്റീവായത് നിങ്ങളായിരിക്കും. നിങ്ങളുടെ പേഴ്സണാലിറ്റി എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ് കാണുന്നത്. പിന്നെ അതിൽ നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ കൂടുന്നതിൽ അല്ലെങ്കിൽ പുറത്ത് ഒരു ഔട്ടിങ് പോകുന്നതിൽ ഒരു ത്രില്ലിലായിരിക്കും ഇന്നത്തെ ദിവസം. അങ്ങനെയുള്ളതും കാണുന്നുണ്ട് കുറേ ആൾക്കാർക്ക്. ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ്. അതിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഈ ഒരു സമയം മനസ്സിലാകുന്നുണ്ട്. പക്ഷേ നിങ്ങളത് മിണ്ടാതിരിക്കുന്നു എന്നുള്ളതാണ്. എന്തോ ഒരു കാര്യം, ഒരു ഹിഡൻ ആയിട്ടുള്ളൊരു കാര്യം അതിങ്ങനെ റിവീൽ ആകുന്നുണ്ട്. പക്ഷെ നിങ്ങളത് സൈലൻ്റ് ആയിട്ട് അതിനെ വാച്ച് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. അപ്പം നമ്മളത് മനസ്സിലാക്കുന്നുണ്ട്. ഈ പുറത്ത് കാണുന്നതും അകത്തുള്ളതുമായിട്ട് രണ്ട് വ്യത്യാസമുണ്ട്. ചിലപ്പോൾ ചില വ്യക്തികളെ കുറിച്ചായിരിക്കും അത്. ചിലപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ഏറ്റവും അട്രാക്റ്റീവ് എന്ന് തോന്നുന്ന അല്ലെങ്കിൽ ഏറ്റവും നല്ല സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരാളിനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ആൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ അല്ല എന്ന്. അല്ലെങ്കിൽ ഈ ഒരാൾ നിങ്ങളെപ്പറ്റി പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു ഇൻഡ്യൂഷനാണ് ഇന്നത്തെ ദിവസം. നിങ്ങൾ മറ്റുള്ളവരൊന്ന് വാച്ച് ചെയ്യാനാണ് പറയണത്. എംപ്രസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതിൽ മറ്റുള്ളവർ നിങ്ങളെ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യും എന്നുള്ളതാണ്. ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും ഇന്നത്തെ ദിവസം. ഇന്ന് നിങ്ങളുടെ ഐഡിയകൾ മറ്റുള്ളവർ ശരിക്കും എടുക്കും. നിങ്ങൾ എന്ത് കാര്യം പറഞ്ഞാലും അത് മറ്റുള്ളവർ അത് അക്സെപ്റ്റ് ചെയ്യും എന്നാണ് കാണുന്നത് കേട്ടോ. കാരണം അത്രത്തോളം മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ ഒരു അപ്പിയറൻസ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് കാണുന്നത്. ഭയങ്കര ഇന്ന് വല്ല പാർട്ടിയിലൊക്കെ പോകുമ്പം ശരിക്കും സൗന്ദര്യം ഉണ്ടായിരിക്കും ഇന്നത്തെ ദിവസം. നിങ്ങൾക്ക് സൗന്ദര്യം എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും. മറ്റുള്ളവർ പെട്ടെന്ന് നിങ്ങളിൽ ആകൃഷ്ടരാകും എന്നാണ് കാണുന്നത്. പിന്നെ 10 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. ഇതൊരു വിട്രയൽ എനർജിയാണ്. കാരണം ഒരു ചതി അത് അങ്ങനെ വന്നു. കുറേ പെയിനും വേദനയൊക്കെ എടുത്ത് അതിൽ തന്നെ ഇരിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെയുള്ളൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എൻ്റെ ആയി പോകും എന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക. അപ്പോൾ എല്ലാ കാലവും എല്ലാം ഒരുപോലെ ഇരിക്കുമെന്നല്ല കരുതേണ്ടത്. ഇതൊക്കെ കഴിഞ്ഞു പോകുമെന്ന് വിശ്വസിക്കുക. നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവായിട്ട് നടക്കുന്ന പല കാര്യങ്ങളും കഴിഞ്ഞു പോകേണ്ട സമയമായി. അത് കഴിഞ്ഞു പോകും. അതിനെ നമ്മൾ ഹോൾഡ് ചെയ്യാതിരിക്കുക. കാരണം അങ്ങനെ ഹോൾഡ് ചെയ്യാതിരുന്നാലേ ആ ദൈവം തരുന്ന ആ ഒരു എനർജി നിങ്ങൾക്ക് ആ ഒരു ഫ്ലോയിൽ കിട്ടുള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് ഇൻഡ്യൂഷനിൽ തന്നെ കിട്ടുന്ന കാര്യമായിരിക്കും. ഇത് ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും.
ഇനി നമുക്ക് ശിവ ഓറക്കിൽ നിന്നും നമുക്ക് മെസ്സേജ് നോക്കാം. യു ആർ ക്ലോസ് ടു ഫിനിഷിംഗ് ലൈനാണ്. നിങ്ങളുടെ ഫിനിഷിംഗ് ലൈനിൽ അടുത്തെത്തി എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് കാര്യമാണോ, എന്ത് ഗോളാണോ അച്ചീവ് ചെയ്യണമെന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത് അതിൻ്റെ തൊട്ടടുത്തെത്തിയിട്ടുണ്ട് നിങ്ങൾ. അപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് അയ്യോ ഇത് എന്താവും എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ ആ ഫിനിഷിംഗ് ലൈനിൽ എത്തി, അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതിൽ വിഷമിക്കേണ്ടതില്ല എന്നുള്ളതാണ്. ട്രാൻസ്ഫോർമേഷൻ ഈസ് ഹാപ്പനിങ് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ പരിവർത്തനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാ ദിവസവും ഈ മെസ്സേജ് കിട്ടാറുണ്ട്, പരിവർത്തനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ജീവിതത്തിലെ മാറ്റങ്ങൾ അംഗീകരിക്കുക. ഞാൻ മാറൂല, അല്ലെങ്കിൽ ഇതെന്തിനാണ് ഈ മാറ്റം. കാരണം നിങ്ങൾ ഒരു കംഫർട്ട് സോണിൽ നിൽക്കുന്നുണ്ടെങ്കിൽ സ്റ്റക്കായി പോകട്ടാ. നമ്മൾ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് പുറത്ത് വരണം. അതിന് കുറേ സ്ട്രഗിൾ ഉണ്ടാവും. അപ്പോൾ ആ സ്ട്രഗിളാണ് നമ്മളുടെ ആ ഒരു പരിവർത്തനത്തിലേക്ക് എത്തിക്കുന്നത്. നമ്മൾ ഈസി അല്ല, ഒരു കാര്യവും നമുക്ക് ഈസി ആയിട്ടല്ല കിട്ടുന്നത്. നമുക്ക് കുറച്ച് പെയിൻ എടുത്താണ് നമുക്ക് ഈ നമ്മളുടെ ഗോൾ അച്ചീവ് ചെയ്യുന്നത്, നമ്മൾ പല കാര്യങ്ങളും തിരിച്ചറിയുന്നത്. ഇതൊക്കെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ അത് അങ്ങനെ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ ഗോളിൻ്റെ അടുത്ത് എത്തുന്നതെന്നാണ് ഭഗവാൻ പറയണത്. ഡോണ്ട് ഫിയർ, ബി കോൺഫിഡൻറ്റ്. നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമേ ഇല്ല, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കാൻ. ഇപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു ഭയം നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല, അതിൻ്റെ ആവശ്യമേ ഇല്ല. നിങ്ങൾ കോൺഫിഡൻസോടുകൂടി ഇരിക്കുക എന്നാണ് ഭഗവാൻ ഇന്നത്തെ ദിവസം പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.